ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 13. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിതക്കാരുടെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിന്റെ വചനം കേട്ട് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടർ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ട് ഉടനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനയും 60 മേനയും 30 മേനയും ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യേശു നൽകുന്ന ഉപമയുടെ ആത്മീയത ധ്യാനിക്കാം. യേശു സ്വർഗീയ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച ഏറ്റവും ലളിതവും സുന്ദരവും മനുഷ്യ സഹജവും മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ എളുപ്പത്തിൽ കഴിയുന്നതുമായ ഉപമകൾ വഴിയാണ്. എല്ലാ ഉപമയിലും വലിയൊരു സന്ദേശവും ഒരു രക്ഷാകരമായ ഇടപെടലും ഉണ്ടായിരുന്നു. യേശു ഉപമകളിലൂടെ കഥ പറയുകയല്ല ചെയ്തത്, മറിച്ച് രസകരമായ അവിടെ സാധാരണ ജീവിതാനുഭവങ്ങളെ അസാധാരണമായ ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വിതക്കാരുടെ ഉപമ യേശു പറയുക മാത്രമല്ല ചെയ്തത്, ആ പറഞ്ഞ ഉപമ, അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം, അതുകൊണ്ട് ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഫലം യേശു വ്യക്തമാക്കുന്നുണ്ട്. വചനം കേൾക്കുക, വചനം ജീവിക്കുക, വചനമായി മാറുക. വചനത്തെ പ്രതി ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകാത്ത വിശ്വാസവും തളരാത്ത ആശ്രയബോധവും നമുക്കുണ്ടാകണമെന്ന് ഈ ഉപമയിലൂടെ യേശു ഓർമ്മപ്പെടുത്തുന്നു. ജീവിത വ്യഗ്രത, മദ്യാസക്തി, സുഖലോലുപത എന്നിങ്ങനെ ഈ ലോക ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ നമ്മെ തകർക്കുമ്പോൾ വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും പ്രത്യാശയോടെ നിലകൊള്ളുവാനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവ മനസ്സിനൊത്ത് ജീവിക്കുവാനും പ്രചോദനം നൽകുകയാണ് ഉപമയിലൂടെ. ധീരമായ വിശ്വാസം നമുക്ക് പ്രതിസന്ധി അതിജീവിക്കുവാനുള്ള ബലം നൽകുന്നു. ക്ലേശങ്ങളിലും പീഡനങ്ങളിലുമാണ് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ മാറ്റുരച്ച് കാണിക്കുക. സഹനത്തിൽ ഒരുവൻ എത്രമാത്രം വിശ്വസ്തനായിരിക്കുന്നുവോ അതാണ് അവന്റെ വിശ്വാസത്തിന്റെ ബലം. ജീവിതത്തിൽ സഹനങ്ങൾ, നൊമ്പരങ്ങൾ, പ്രതീക്ഷിക്കാത്ത ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തെ ഉപേക്ഷിക്കുകയോ ദൈവത്തെ നിന്ദിക്കുകയോ ദൈവിക പദ്ധതിയിൽ നിന്ന്, വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അകന്ന് തിന്മയിൽ, പാപത്തിൽ, ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് സത്യത്തിൽ വലിയൊരു ദുരനുഭവമാണ്. ജീവിത ക്ലേശങ്ങളിൽ തളരാതിരിക്കുവാനുള്ള വലിയ പ്രത്യാശയിൽ ആശ്രിതമായ വിശ്വാസത്തിന്റെ ബലമാണ് ക്രിസ്തു പ്രദാനം ചെയ്യുക. നാം എപ്രകാരമായിരിക്കണമെന്ന് ഉപമയിലൂടെ യേശു ഓർപ്പെടുത്തുന്നുണ്ട്. വഴിയരികിൽ വീണു പോകേണ്ടവരോ, പാറപ്പുറത്ത് വീണ് മുളച്ച് ഉടനെ കരിഞ്ഞു പോകേണ്ടവരോ, മുള്ളുകൾക്കിടയിൽ വീണ് ഞെരിഞ്ഞു പോകേണ്ടവരോ അല്ല നമ്മൾ. മറിച്ച് നമ്മൾ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനയും 60 മേനയും 30 മേനയും ഫലം നൽകേണ്ടവരാണ്. നാം നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ ഫലദായകമാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹവും ശ്രേഷ്ഠവുമായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും.
ഇന്ന് ആഗോള തിരുസഭ യേശുവിൻ്റെ പ്രിയ അമ്മയുടെ, പരിശുദ്ധ മാതാവിൻ്റെ മാതാപിതാക്കളുടെ തിരുനാളാണ് ആഘോഷിക്കുക. വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നായുടെയും. ഒരു നല്ല മാതാപിതാക്കൾ നല്ല നിലത്ത് വീണ വിത്തുകളിൽ പോലെ അവർ ഫലദായകമായപ്പോൾ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ ജീവിക്കുകയും മക്കളെ വളർത്തുകയും ചെയ്തപ്പോൾ, ഭൂമിക്ക് തന്നെ അനുഗ്രഹമായ ഒരു മകളെ ഈ മാതാപിതാക്കൾ പ്രദാനം ചെയ്തു. ഭൂമി ഉള്ളിടത്തോളം കാലം ഈ അമ്മയെ പ്രപഞ്ചം ഓർക്കുകയും ഈ അമ്മയുടെ മഹനീയമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം അത്രമാത്രം ശ്രേഷ്ഠവും നിർമ്മലമായിരുന്നു അവളുടെ ജീവിതം. പരിശുദ്ധ അമ്മയെ നിർമ്മല മാനസത്തിന്റെ ഉടമയാക്കിയത് ഈ ഭൂമിയിൽ ജന്മം നൽകി സ്നേഹപൂർവ്വം സംരക്ഷിച്ച ഈ അമ്മയുടെ വത്സല മാതാപിതാക്കളാണ്. അവരെ തിരുസഭ ഓർക്കുകയും അവർ ചെയ്ത പുണ്യത്തിന് ദൈവത്തിനു മുമ്പിൽ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഭൂമിയിലെ എല്ലാ മാതാപിതാക്കളെയും ഈ ദിനം കൃപയുടെ ബലിപീഠത്തോട് ചേർത്ത് പിടിക്കാം. അവരുടെ ത്യാഗവും വേദനയും നൊമ്പരവും, അവർ മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്ന എല്ലാ കണ്ണുനീരും, അവരുടെ ഹൃദയത്തിലെ എല്ലാ പ്രാർത്ഥനയും സ്വർഗം സ്വീകരിച്ച് ഭൂമിയിലെ എല്ലാ മാതാപിതാക്കളെയും പരിശുദ്ധ അമ്മയുടെ വത്സല മാതാപിതാക്കളോടൊപ്പം കൃപയോടെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ